നമ്മൾ ഓഡൂവിൽ ഒരു കസ്റ്റമർ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇൻവോയ്സിൻ്റെ പേയ്മെൻറ്റ് റിസീവ്ഡ് മോഡിലൂടെ അതായത് മെനുവിലൂടെയാണ് എൻ്റർ ചെയ്യുക. അതിന് പകരം നമ്മളൊരു ജേണൽ ചെയ്ത് കഴിഞ്ഞാൽ ജേണലൈസ് ചെയ്യുകയാണ്. ആ എൻട്രി ജേണലൈസിലൂടെ ജേണൽ എൻട്രിയിലൂടെയാണ് ആ റെസീറ്റ്സ് കാണിക്കുന്നതെങ്കിൽ ഇൻവോയ്സ് റിക്കൺസിൽ ചെയ്തുകൊണ്ട് ഇൻവോയ്സ് സെറ്റിൽ ചെയ്യുന്നത് എങ്ങനെ, സിസ്റ്റത്തിൽ സെറ്റിൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കുന്നത്. ആദ്യം നമുക്ക് നോർമൽ മെത്തേഡ് നോക്കാം. അക്കൗണ്ടിങ്ങിൽ പോവാം. ട്രയൽ ബാലൻസിൽ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം റിസൾട്ട് എന്താണ് അവസ്ഥ എന്നുള്ളത്. 1,43,000 റെസ്യൂബിൾസിലുണ്ട്. 9,900 ക്യാഷ് ബാങ്കിലുണ്ട്. ക്യാഷ് ഒന്നുമില്ല. ഓക്കെ, 1,43,000 9,000. പിന്നെ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് പോയിട്ട് ഇൻവോയ്സസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെൻഡിങ് എന്താണെന്നുള്ളത് കാണിക്കും. ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് പെൻഡിങ് നോട്ട് പെയ്ഡ് ആയിട്ട് 36,000 സംതിങ്ങിൻ്റെ ഒരു എൻട്രി ഉണ്ട്. അത് ഡീക്കോ അഡിക്റ്റ് എന്ന് പറയുന്നതായിരിക്കും അതേ എൻട്രി ഉണ്ട്. അതേസമയം അസൂറിന് അതേ എൻട്രി ഉണ്ട്. നമുക്ക് തൽക്കാലം ഈ അസൂറിൻ്റെ എൻട്രി, അസൂർ ഇൻറ്റീരിയർ എന്ന് പറയുന്നതിൻ്റെ എൻട്രി നമ്മുടെ സിസ്റ്റത്തിലൂടെ സാധാരണ മെത്തേഡിലൂടെ പേയ്മെൻറ്റ് നടത്തിയതായിട്ട് കാണിക്കാം. ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ബാങ്കാണ്, സെലക്ട് എമൗണ്ട് സെലക്ഷൻ ആയിട്ടുണ്ട്, ഇൻവോയ്സ് നമ്പർ കാണിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ക്രിയേറ്റ് പേയ്മെൻറ്റ് ഇരിക്കുന്നു. ക്രിയേറ്റ് പേയ്മെൻറ്റ് ഇൻവോയ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് എൻട്രി സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് എൻഡിൽ എൻട്രി ഇൻവോയ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻ പേയ്മെൻറ്റ് എന്നാണ് കാണിക്കുക. ഇൻ പേയ്മെൻറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് പേയ്മെൻറ്റ് പെയ്ഡ് എന്നല്ല, ഇൻ പേയ്മെൻറ്റ് എന്നാണ്. നോക്കാം, അത് റിക്കൺസിൽ ചെയ്താൽ മാത്രമേ പെയ്ഡ് ആവുള്ളൂ. ട്രയൽ ബാലൻസിൽ വന്ന എഫക്റ്റ് എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ അങ്ങനെ ഒരു പേയ്മെൻറ്റ് നടത്തിയപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറഞ്ഞാൽ 1,43,000-ൽ 36,000 കിട്ടിയതായിട്ട് റിസീവബിൾസ് കുറഞ്ഞു. അതേസമയം ഔട്ട്സ്റ്റാൻഡിങ് റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് 36,000 കാണിക്കുന്നു. അതേസമയം ബാങ്കിലേക്ക് എത്തിയിട്ടില്ല. ഔട്ട്സ്റ്റാൻഡിങ് റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത്. ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് റെസീപ്റ്റ്സിൽ 36,512 വന്നിട്ടുണ്ട്. ബാങ്കിലേക്ക് പോയിട്ടില്ല. ഇനി നമ്മൾ വീണ്ടും കസ്റ്റമർ ഇൻവോയ്സസിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇൻ പേയ്മെൻറ്റ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ഇൻ പേയ്മെൻറ്റ് എന്നുള്ളത് അത് റിക്കൺസിൽ ചെയ്യണം. പേയ്മെൻറ്റ് റിക്കൺസിൽ ചെയ്യണം. അക്കൗണ്ടിങ്ങിൽ റിക്കൺസിലിയേഷനിലേക്ക് പോവാം. ആ പേയ്മെൻറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. PBK റിക്കൺസിൽ അടിക്കുക. ഇവിടെ എവിടേക്കാണ് ക്യാഷ് വന്നിരിക്കുന്നത്? ബാങ്കിലേക്കാണ്. ബാങ്ക് സെലക്ട് ചെയ്യുക. റിക്കൺസിൽ റിപ്പോർട്ടിൽ ട്രയൽ ബാലൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് റെസീറ്റ്സ് ഡെബിറ്റും ക്രെഡിറ്റിലും കട്ടായി പോയിട്ടുണ്ട്, 0 ആയിട്ടുണ്ട്. ക്യാഷിലേക്ക് 46,000 36,512 ക്യാഷിലേക്ക് ആഡായി. റിസീവബിൾസ് 1,43,000 ഉണ്ടായത് 36,000 കുറച്ചിട്ട് 1,06,000 വാങ്ങി. ഇവിടെ മറ്റൊരു സീനിൽ നമ്മൾ ട്രയൽ ബാലൻസ് ഒന്ന് നോക്കുന്നു. 70,150. ഓക്കെ, ബാങ്കിൽ 46 ഉണ്ട്. ബാങ്കിൽ 70, റിസീവബിൾസ് 70, ബാങ്കിൽ 46. നമ്മൾ ഇൻവോയ്സസ് പെൻഡിങ് ഇൻവോയ്സസ് നോക്കുന്നു. ഇതിൽ നമ്മൾക്ക് ഡീക്കോ അഡിക്റ്റിൻ്റെ ഒരു 22,137 എന്ന് പറയുന്ന ഒരു ഇൻവോയ്സ് ഓക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ എമൗണ്ട് ഞാനൊന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്യാം. ഡീക്കോ അഡിക്റ്റിൻ്റെ 003 എന്ന് പറയുന്ന ഇൻവോയ്സ് നമ്മൾ ഇതിലൂടെ രജിസ്റ്റർ പേയ്മെൻറ്റ് നേരത്തെ നോക്കിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ജേണൽ എൻട്രി ഇട്ടിട്ടുള്ള ഒരു പേയ്മെൻറ്റ് മെത്തേഡാണ് ഡീക്കോ അഡിക്റ്റ്. ന്യൂ ജേണൽ എടുക്കുന്നു. ഡേറ്റ് ഓക്കെ, തൽക്കാലം ഞാൻ അങ്ങനെ ഒരു റെസീപ്റ്റ് ഇത് കൊടുക്കുന്നു. ക്യാഷിലേക്കാണ് കിട്ടുന്നത് നോക്കാം. ക്യാഷിലേക്ക് നമുക്ക് കിട്ടുന്നു. ഇവിടെ പാർട്ണർ ഡീക്കോ അഡിക്റ്റ് ആണ്. ഡീക്കോ അഡിക്റ്റ് സെലക്ട് ചെയ്യുന്നു. പേയ്മെൻറ്റ് നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര എമൗണ്ട് എന്നുള്ളത് അടിക്കുന്നു. ഇവിടെ അക്കൗണ്ട്സ് റിസീവബിൾസിലേക്കാണ് ഞാൻ കൊടുത്തത്. അക്കൗണ്ട്സ് റിസീവബിൾസ്, ഡയറക്റ്റ് അക്കൗണ്ട്സ് റിസീവബിൾസിലേക്ക് കൊടുക്കുന്നു. അക്കൗണ്ട് റിസീവബിൾ ഓക്കെ. ഇനി ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. ഇനി ഒന്ന് നമ്മൾ ട്രയൽ ബാലൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്യാഷിൽ 22,000 വന്നിട്ടുണ്ട്. ആ 22,000 ക്യാഷിലേക്ക് വന്നു. റിസീവബിൾസ് കുറഞ്ഞു. ബാങ്കൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. വേറെ ഔട്ട്സ്റ്റാൻഡിങ് റെസീപ്റ്റ്സ് ഒന്നും എഫക്റ്റ് ആയിട്ടില്ല. ഇനി നമ്മൾ അതിൻ്റെ ഇൻവോയ്സസ് പോയി നോക്കിയാൽ നോട്ട് പെയ്ഡ് തന്നെയാണ് കാണിക്കുന്നത്. ഇൻ പേയ്മെൻറ്റും അല്ല, നോട്ട് പെയ്ഡ് ആണ്. കാരണം അത് കണക്റ്റ് ആയിട്ടില്ല. ഇനി നമ്മൾ അക്കൗണ്ടിങ്ങിൽ പോയി റിക്കൺസിലിയേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതായത് 003 എന്ന് പറഞ്ഞ ഇൻവോയ്സിന് അഗേൻസ്റ്റ് പേയ്മെൻറ്റ് എടുത്തത്. അതുപോലെ ഇവിടെ ഓക്കെ ഇവിടെ റിക്കൺസിൽ അടിക്കുന്നു. രണ്ടും കൂടെ റിക്കൺസിൽ അടിക്കുകയാണ്. ഇനി കസ്റ്റമർ ഇൻവോയ്സിൽ പോയി നോക്കി കഴിഞ്ഞാൽ അത് പെയ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ,
ട്രയൽ ബാലൻസിൽ എഫക്റ്റ് ചെയ്യാനില്ല. ട്രയൽ ബാലൻസിൽ ഓൾറെഡി എഫക്റ്റഡ് ആണ്. 22,000 ക്യാഷിലേക്ക് വന്നിട്ടുണ്ട്. പേയ്മെന്റ് റിസീവബിൾസ് അക്കൗണ്ട്സ് റിസീവബിൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 2 മെത്തേഡും നമ്മൾ ട്രൈ ചെയ്തു. അതായത് ഇൻവോയ്സ്, കസ്റ്റമർ ഇൻവോയ്സിന്റെ പേയ്മെന്റ് ഓപ്ഷനിലൂടെ, അതായത് ക്ലിക്ക് ചെയ്ത് ഇൻവോയ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പേയ്മെന്റ് ഓപ്ഷനിലൂടെ, ഓക്കെ ഇത് പെയ്ഡ് ഇൻവോയ്സ് ആണ്. പെയ്ഡ് അല്ലാത്തൊരു ഇൻവോയ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ, നോട്ട് പെയ്ഡ് ഇൻവോയ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ രജിസ്റ്റർ പേയ്മെന്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിലൂടെ പോയാലും ജേണലിലൂടെ പോയാലും പേയ്മെന്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിക്കൺസിൽ ചെയ്തിട്ട് ആ ഇൻവോയ്സിന്റെ സ്റ്റാറ്റസ് പെയ്ഡ് ആക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻസ് നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.